വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ അടുത്ത ദൈവശബ്ദം, രാജ്യങ്ങൾ ഇനി നേരിടാൻ പോകുന്ന അടുത്തൊരു കാര്യം, വചനം പറയുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് സംഭവിക്കാൻ പോകുന്നു. വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ പോകും. വലിയ കലാപം ഉണ്ടാകാൻ പോകും. കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, ക്രമസമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ, നിയമങ്ങൾക്കോ പോലീസ് അധികാരികൾക്കോ ഒന്നും നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ഇന്ത്യയിൽ അതുണ്ടാകാൻ പോകുന്നു. മറ്റ് രാജ്യങ്ങളിൽ ഇതുണ്ടാകാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പണ്ട് നടന്നതുപോലെയുള്ള കലാപങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അതിൻ്റെ ആസൂത്രണം നടത്തുന്ന മനുഷ്യൻ്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അവർക്ക് മാനസാന്തരതയും കൊടുക്കട്ടെ. നിരവധി പേർ, ആയിരക്കണക്കിന് ജനങ്ങൾ മരിക്കുന്ന, നൂറുകണക്കിന് ജനങ്ങൾ മരിക്കുന്ന കലാപങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ദൈവവചനമാണ്. പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. സ്വർഗം രാജ്യങ്ങളോട് കരുണ കാണിക്കട്ടെ. നമ്മുടെ ഭാരതത്തോട് കരുണ കാണിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അബ്ദുൾ റഷീദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാരണം വലിയൊരു യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സർക്കാർ വിരുദ്ധ കലാപമെന്ന് വിശേഷിപ്പിക്കണോ പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കണോ എന്ന കാര്യത്തിൽ തന്നെ ഒരു ഏകാഭിപ്രായം ഇല്ലാത്ത സാഹചര്യമുണ്ട്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം എന്തായാലും 3400 കടന്നിരിക്കുന്നു. അമേരിക്കൻ ഇടപെടൽ ആസന്നമാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിക്കുന്നു. റഷീദ് ചേരുന്നു നമുക്കൊപ്പം. റഷീദ്, നേരിട്ട് അമേരിക്ക ഇടപെട്ട് അത് ലക്ഷ്യം കണ്ടെന്ന് അമേരിക്കയും കണ്ടില്ലെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കലാപമോ പ്രക്ഷോഭമോ അത് ആരംഭിച്ചിരിക്കുന്നത്. അതും ഒരു സൈനിക നടപടിയിലേക്കും ഏറ്റുമുട്ടലിലേക്കും പോകാനുള്ള സാധ്യതയാണ് ലോകം ആശങ്കയോടെ നോക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാനിലേക്ക് നേരിട്ടുള്ള ഒരു സൈനിക നടപടിക്ക് ട്രംപ് ഭരണകൂടം തയ്യാറാകുമോ എന്നതാണ്. ഇറാനിലെ പ്രക്ഷോഭകാരികളോട് ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്കുള്ള സഹായം എത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറയുക കൂടി ചെയ്തതോടെ ഏത് നിമിഷവും ഒരു സൈനിക നടപടി ഉണ്ടാകുമെന്ന ആശങ്ക ശക്തമായി. ഇന്നലെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു നടപടി, ഖത്തറിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരെ അമേരിക്കയും ബ്രിട്ടനും പിൻവലിച്ചു. അതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത്, ഇറാന് നേരെ അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ പെട്ടെന്ന് ഇറാൻ തിരിച്ചടിക്കുന്നത് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിലായിരിക്കും. അത് മുൻകൂട്ടി കണ്ടാണ് ഇത്തരമൊരു പിൻവലിക്കൽ എന്ന വാർത്ത കൂടി വന്നതോടുകൂടി ഇന്നലെ രാത്രിയിൽ വളരെ ശക്തമായ ഒരു യുദ്ധഭീതി നിലനിന്നു. പക്ഷേ അല്പം മുമ്പ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അല്പം ഭയപ്പെട്ട സ്വരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. ട്രംപ് പറയുന്നത് വധശിക്ഷകൾ, അതായത് ഈ പ്രക്ഷോഭകാരികളെ കൂട്ടത്തോടെ തൂക്കിലേറ്റാൻ ഇറാൻ നീക്കം നടത്തിയിരുന്നു. അത് പാടില്ല എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അതിനോട് അനുകൂലമായാണ് ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. വധശിക്ഷ ഇറാൻ തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നോക്കി മാത്രമായിരിക്കും മുന്നോട്ടുള്ള ഒരു സൈനിക നടപടി എന്നൊരു സൂചന ട്രംപിന്റെ വാക്കുകളിലുണ്ട്. എന്തായാലും ഇറാനുള്ളിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുന്നു. ഈ സൈന്യം കൂടി ഇറങ്ങി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോടുകൂടി മരണസംഖ്യ 3400 കടന്നിട്ടുണ്ട്. 16000-ലേറെ പേർ ഇറാനിലെ വിവിധ ജയിലുകളിൽ തുടരുകയാണ്. തെരുവുകളിൽ ഇപ്പോഴും ശക്തമായ പ്രക്ഷോഭം അതേപടി തുടരുകയും ചെയ്യുന്നു. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ലോകം വീണ്ടും ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമോ? ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ പല ഇടങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ടായാൽ ഒരാളും ജയിക്കാതെ ഒരുപാട് ആളുകൾ മരിച്ചത് അവസാനിക്കുകയും ചെയ്യും. ഇറാനിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ 2400-ലധികം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധം തുടരണം, ഉടൻ സഹായം എത്തിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം ഇതൊക്കെയാണ്. വിവരങ്ങൾ നൽകാൻ മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഡൊണാൾഡ് ട്രംപ് സഹായത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ മനുഷ്യജീവൻ കൊന്നൊടുക്കപ്പെടുകയാണ്. ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ 2000-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുമാത്രമല്ല, ഏതാണ്ട് 17,000-ഓളം അധികം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 1850-ഓളം ഈ പ്രക്ഷോഭകാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും മാധ്യമങ്ങൾക്ക് ലഭ്യമല്ല. പക്ഷേ ഈ 2000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇറാനിയൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയുന്നത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ്
ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ടുള്ള പിന്തുണയും ആഹ്വാനവും പ്രക്ഷോഭകാരികൾക്ക് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ദേശസ്നേഹികളെ, നിങ്ങൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുക, സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക, നിങ്ങൾക്കുള്ള സഹായം കൃത്യസമയത്ത് എത്തിക്കുമെന്നാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എന്ത് രീതിയിലുള്ള സഹായമാണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുവാൻ ഡൊണാൾഡ് ട്രംപ് കൂട്ടാക്കിയിട്ടുമില്ല. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു വശത്ത് നയതന്ത്ര വാതിലുകൾ തുറന്നു തന്നെ കിടക്കുകയാണ്. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ അവരുടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ അംബാസഡർമാരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയുള്ള രാജ്യങ്ങൾ വിളിച്ചു വരുത്തുകയും ഈ വിവരങ്ങൾ അറിയുകയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 86-കാരനായ ഇറാന്റെ പരമാധികാരം കൈയാളുന്ന അയത്തുള്ള ഖൊമേനി ഇതിനോടകം തന്നെ ഏതാണ്ട് 5ഓളം ഇത്തരം പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളെ എല്ലാം അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വശത്ത് ഇറാന്റെ ഒരു പ്രധാന വ്യാപാര പാർട്ട്ണറായ ചൈനയാണ് ഒരു പ്രതിസന്ധി നേരിടുന്നത്. ചൈനയ്ക്ക് ഏതാണ്ട് 70% ഉപരോധം ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ചൈന അമേരിക്ക ഒരു വാണിജ്യ യുദ്ധത്തിലേക്ക് ഇതൊരു പക്ഷേ നീങ്ങും.